റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ആ യുദ്ധത്തിന് ഒരു ചെറിയൊരു താൽക്കാലിക ആശ്വാസമാകുന്ന ഒരു വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ്. ജിദ്ദയിൽ നടന്ന യുക്രൈൻ US ചർച്ചയിലാണ് 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതം അറിയിച്ചിരിക്കുന്നത്. യുക്രൈനുള്ള മാനുഷിക സഹായം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ നീണ്ടു ജിദ്ദയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ച. റഷ്യ യുക്രൈൻ സമാധാനത്തിനായി സൗദിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പ്രതീക്ഷിച്ച പോലെ ഫലം കാണുന്നതായി സംയുക്ത പ്രസ്താവന പറയുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. വെടിനിർത്തലിന് റഷ്യയുടെ കൂടി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇടക്കാല വെടിനിർത്തൽ നീട്ടാനുള്ള സാധ്യതയ്ക്കും യുക്രൈൻ സമ്മതം അറിയിച്ചു. യുക്രൈനുള്ള സുരക്ഷാ സൈനിക സഹായങ്ങൾ അമേരിക്ക പുനരാരംഭിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ അമേരിക്ക പുനരാരംഭിക്കും. യുക്രൈനിൽ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരും. യുദ്ധ തടവുകാരുടെ കൈമാറ്റവും സിവിലിയൻ തടവുകാരുടെ മോചനവും ഉണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളും ചർച്ചയുടെ ഭാഗമാകണമെന്ന ആവശ്യം യുക്രൈൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് തുടങ്ങിയവരും, യുക്രൈന്റെ ഭാഗത്തു നിന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് മേധാവി ആൻഡ്രി യെർമക്, വിദേശകാര്യമന്ത്രി ആൻഡ്രി സിഫ, പ്രതിരോധ മന്ത്രി റുസ്താം ഉമറോവ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് മുന്നോടിയായി തിങ്കളാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജിദ്ദയിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു, അതിനുശേഷം തലകുനിച്ചിറങ്ങിപ്പോയ സെലൻസ്കിയെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ചേർത്ത് നിർത്തുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വർത്തമാനം താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലിന് യുക്രൈൻ സന്നദ്ധരായിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത് വിഭാവനം ചെയ്യപ്പെടുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രജൻ വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലായിരുന്നു. രണ്ട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ അലസിപ്പിരിയുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇന്ന് പ്രഭാതത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭകരമാണ്, പ്രതീക്ഷ ഉള്ളതാണ്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയും യുക്രൈനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് റഷ്യയുടെ കോർട്ടിലാണ്. കരാറിൽ റഷ്യയുടെ നിലപാടാണ് ഇനി അറിയാനുള്ളത്. കരാർ റഷ്യയുടെ അംഗീകാരത്തിനായി എത്തിക്കുമെന്ന് ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ്. അപ്പോൾ മാർക്കോ റൂബിയോ പറയുന്നത് കരാറിനോട് റഷ്യ അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതോടുകൂടി ഈ സമാധാനവും യുക്രൈനിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത്. നേരത്തെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അംഗീകാരം ഉണ്ടാകാനുള്ള സാധ്യത വലിയ തോതിൽ അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക നേരത്തെ ജലീൽ കണ്ണമംഗലം സൂചിപ്പിച്ചതുപോലെ നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളും യുക്രൈൻ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ യുക്രൈൻ്റെ ഒരു പ്രധാന ഡിമാൻഡായിരുന്നു അവർക്ക് തുടർന്നുള്ള സൈനിക സഹായം അല്ലെങ്കിൽ ഗ്യാരണ്ടി. അത് അമേരിക്ക കൊടുക്കാമെന്ന തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഇൻ്റലിജൻസ് വിവരങ്ങൾ, നിർണായക ഇൻ്റലിജൻസ് വിവരങ്ങൾ യുക്രൈനെ സംബന്ധിച്ച് അത് വളരെ അത്യാവശ്യമാണ്. അത് തുടരാനും അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ്. ചർച്ചകളോട് യുക്രൈൻ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമാധാനത്തിൻ്റെ ദിനങ്ങൾ, നല്ല ദിനങ്ങൾ വരട്ടെ. യുക്രൈൻ റഷ്യ യുദ്ധം അത് പൂർണ്ണ രീതിയിൽ ഇത് താൽക്കാലിക വെടിനിർത്തലാണെങ്കിലും അത് മുഴുവൻ സമയ വെടിനിർത്തലിലേക്ക് പോകട്ടെ. അങ്ങനെ സമാധാനം ആ മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം, അല്ലേ? അവിടെ മാത്രമല്ല, ഇസ്രായേൽ അടക്കമുള്ള എവിടെയൊക്കെയാണോ ഈ സംഘർഷം നിലനിൽക്കുന്നത് അവിടെയൊക്കെ സമാധാനത്തിലേക്ക് പോകട്ടെ.